നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് മറുപടി നൽകുകയാണ്. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ്. ബ്രിട്ടനിലെ റഫറണ്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർക്കറ്റ് വാച്ചിൻ്റെ ഈ എപ്പിസോഡ്. വിപണിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചൊരു മൂവിംഗ് റേഞ്ച്, പ്രത്യേകിച്ചും നിഫ്റ്റിയുടെ ഏത് തലത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റും? നിഫ്റ്റിയുടെ ഒരു മൂവിങ് റേഞ്ച് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഒരു മേജർ ഒരു വൈഡ് റേഞ്ചാണ്. കാരണം ഒരു 2 months മൂവിങ് റേഞ്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു മേജർ സപ്പോർട്ട് സോണാണ് ഈ 8,050 എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു 7,800 ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് മാർക്കറ്റിൻ്റെ മാറും. ദെൻ അതുപോലെ തന്നെയാണ് 8,350 കഴിഞ്ഞാൽ 8,400 450 എന്ന് പറയുന്ന ഒരു അപ്പർ സൈഡ് ഒരു മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഒരു 600 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് നിഫ്റ്റിയുടെ ഒരു ഇമ്മീഡിയറ്റ് മൂവിങ് റേഞ്ച്. അതിൽ മൺസൂൺ കുറേയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, ഗ്ലോബൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ രഘുരാം രാജൻ പുറത്തു പോകുന്നു, അതൊക്കെ ഒരു ഇതുവരെ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു മാർക്കറ്റ്. അതുപോലെ ഗവൺമെൻറ് എടുക്കുന്ന ഡിസിഷൻസ്, ഗവൺമെൻറ് സ്പെൻഡിങ്, അപ്പോൾ അതൊക്കെ ബെറ്ററായി വരുന്നത് കൊണ്ട് മാർക്കറ്റിൽ മൊമെൻറ്റം വളരെ പോസിറ്റീവ് ആണ്. ഇപ്പോൾ നമ്മളൊരു 3 weeks ആയിട്ട് പറയുന്നതുപോലെ മൊമെൻറ്റം വളരെ പോസിറ്റീവ് തന്നെയാണ് മാർക്കറ്റിൻ്റെ. അപ്പോൾ ഒരു മേജർ ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ തന്നെ ഒരു 7,800 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് വീണ്ടും റിക്കവറി സംഭവിക്കാം. അപ്പർ സൈഡ് ഒരു ഓവർ സപ്ലൈ സോൺ എന്ന് പറയുന്നത് 8,400 450 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതായിരിക്കും വരും മാസങ്ങളിൽ ഒരു നിഫ്റ്റി മൂവ് ചെയ്യുന്ന ഒരു മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ജൂൺ സീരീസ് ഈ ഒരു ലെവലിൽ, അല്ലെങ്കിൽ ജൂലൈ ഒരു ഹാഫോട് കൂടി ഈ ഒരു ലെവലിൽ മാർക്കറ്റ് കമ്മിങ് 1 month എന്ന് പറയുന്ന മൂവിങ് റേഞ്ച് ഈ ലെവലിൽ നിഫ്റ്റി മൂവ് ചെയ്യാനാണ് സാധ്യത. അതുപോലെ സ്റ്റോക്കിലും ഇതുപോലെ വോളറ്റിലിറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കാരണം വോളറ്റിലിറ്റി വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്ങനെ വോളറ്റിലിറ്റി വരികയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഇങ്ങനത്തെ ഫോൾ വരികയാണെങ്കിൽ ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. കാരണം നിഫ്റ്റിയിലൊരു ഫോൾ സംഭവിച്ചാലും അല്ലെങ്കിൽ സ്റ്റോക്കിലൊരു ഫോൾ സംഭവിച്ചാലും റിക്കവറി വളരെ ശക്തമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ സൂചിപ്പിച്ച് വളരെ വലിയ ചാഞ്ചാട്ടത്തിന് സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളതെല്ലാം. അപ്പം നിരവധി ആഗോള ഘടകങ്ങളൊപ്പം തന്നെ ആഭ്യന്തര ഘടകങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമുക്ക് പൊതുവേ എല്ലാവരും നിക്ഷേപകർ താല്പര്യപ്പെടുന്നത് ഓരോ സമയത്തും മെച്ചപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റുന്ന സ്റ്റോക്കുകൾ. ഇപ്പോഴത്തെ ഈ മാർക്കറ്റ് കാലാവസ്ഥയിൽ തന്നെ നിക്ഷേപിക്കാൻ അനുയോജ്യമായ ധാരാളം സെക്ടറുകളുണ്ടാവും, ധാരാളം നല്ല സ്റ്റോക്കുകളുണ്ട്. അത് തുടക്കത്തിൽ തന്നെ പ്രേക്ഷകർക്കുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത്, നമ്മൾ നേരത്തെ നിഫ്റ്റിയുടെ മൂവിങ് റേഞ്ച് എന്ന് പറയുന്ന പോലെ ഓരോ സ്റ്റോക്കിനും ഓരോ മൂവിങ് റേഞ്ച് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന പല സ്റ്റോക്കുകളും, ഇപ്പം ടാറ്റ സ്റ്റീൽ എടുക്കുകയാണെങ്കിലും ഹിൻഡാൽക്കോ എടുക്കുകയാണെങ്കിൽ തന്നെ റീസെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ 6 മാസത്തിന് ശേഷമാണ് ലാസ്റ്റ് മന്ത് മാർക്കറ്റ് ഏറ്റവും ഹൈ 8,300 അടുത്തേക്ക് വന്നത്. അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് പല സ്റ്റോക്കിലും. റീസെൻ്റായിട്ടുള്ള ഒരു 6 months ഹൈയിലേക്ക് പല സ്റ്റോക്കുകളും, ടാറ്റ സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ 364 വരെ പോയതിന് ശേഷം വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് പോയി. പക്ഷേ ഒരു ഹെൽത്തി കറക്ഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റീലാണെങ്കിലും സിമെൻ്റ് ആണെങ്കിലും ഒക്കെ തന്നെ ഇവരെ ഡിമാൻഡ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് വരുന്നു എന്നുള്ളതിൻ്റെ സൈനും. അപ്പോൾ സിമെൻറ്റ് സെക്ടറും സ്റ്റീൽ സെക്ടറിലും ഡിമാൻഡ് കൂടുന്നത് ഓവറോൾ മൊമെൻറ്റം പോസിറ്റീവാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എനിക്കൊന്ന് ആദ്യം നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് ടാറ്റ സ്റ്റീൽ തന്നെയാണ്. ടാറ്റ സ്റ്റീൽ വളരെ റീസ്ട്രക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അവർ കൂടുതൽ അക്വിസിഷനിലേക്ക്, ഇന്ത്യ ഡൊമസ്റ്റിക് അക്വിസിഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ലോങ് റണ്ണിൽ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ആ പോസിറ്റീവ് മൊമെൻറ്റമാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ റീസെൻ്റായിട്ട് 364 ലെവൽ വരെ സ്റ്റോക്ക് മൂവ് ചെയ്ത ശേഷം ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണ്. വീണ്ടും ഈ സ്റ്റോക്ക് ഒരു 315 ലെവൽ വരികയാണെങ്കിൽ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ദെൻ വീണ്ടും ഗ്ലോബൽ സെൽ ഓഫ് വന്നാൽ ഒരു സെക്കൻഡ് സപ്പോർട്ട് ലെവലായിട്ട് കൺസിഡർ ചെയ്യാവുന്ന 280. അപ്പോൾ 2 സ്റ്റേജായിട്ട് 315 and 280 മേജറായിട്ടുള്ള 2 സപ്പോർട്ട് ലെവലാണ്. വളരെ ഡീസൻ്റ് 364 നിന്നും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കറക്ഷൻ നേരിട്ടു. ഡിമാൻഡ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ടോട്ടൽ റീസ്ട്രക്ചറിങ് നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റ സ്റ്റീൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ദെൻ സെയിം സെക്ടർ തന്നെ ഹിൻഡാൽക്കോ വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. ആ സ്റ്റോക്കും 124 ലെവൽ വരെ ഇപ്പോൾ ഏറ്റവും ഹൈയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും സ്റ്റീൽ സെക്ടറിനൊക്കെ പൊതുവെ ഈ ഗ്ലോബൽ ഘടകങ്ങളെല്ലാം തന്നെ അനുകൂലമാണ്. ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ ഇപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി 20% കൊണ്ടുവന്നത്. അപ്പോൾ ചൈനയുടെ ഭീഷണി കുറഞ്ഞു. അത് ഹിൻഡാൽക്കോയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇത്രത്തോളം ഒരു അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ആ ഹിൻഡാൽക്കോ പക്ഷേ ഇപ്പോൾ ഹിൻഡാൽക്കോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുക ഏറ്റവും ഹൈയിലാണ് ആ സ്റ്റോക്ക് മൂവ് ചെയ്തത്. അപ്പോൾ അടുത്തൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതൊരു 115 102 എന്ന് പറയുന്ന ലെവൽ വരികയാണെങ്കിൽ ഹിൻഡാൽക്കോ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും. അപ്പോൾ ഈ 2 സ്റ്റോക്ക് അടുത്ത കറക്ഷനോടുകൂടി പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരിക ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ.
ദെൻ നമുക്ക് ഇന്ത്യൻ ഹോട്ടൽസ് ആണ്, കാരണം ഹോട്ടൽ ഇൻഡസ്ട്രി അടുത്തൊരു ബൂമിംഗ് സെക്ടർ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇന്ത്യൻ ഹോട്ടൽസ് 125 ആൻഡ് 115 രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ അത് മാരിക്കോ, മൺസൂണിനെ കുറിച്ച് മൺസൂണിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ സ്റ്റോക്കിൽ ഉണ്ടാകാൻ സാധ്യത, ചെറിയൊരു റൈഡ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. വീണ്ടും ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാരിക്കോ 250 ആൻഡ് 230 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ സ്റ്റോക്കും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. ദെൻ ടാറ്റ കോഫി, ടീ കോഫിയുടെയൊക്കെ പ്രൈസ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതും അതുപോലെ തന്നെ ലോവർ വാല്യൂവിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫെയർ വാല്യൂ 95 ആൻഡ് 85 വരാനുള്ള സാധ്യത കുറവാണ്. 95 ഒരു സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സോൺ തന്നെയാണ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് നമുക്ക് എപ്പോഴും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഓരോ കറക്ഷനിൽ നിന്നും വളരെ ഷാർപ്പായിട്ട് ഈ സ്റ്റോക്കിൽ റൈഡ് സംഭവിക്കുന്നുണ്ട്. ഗ്ലോബൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്, വളരെ നല്ല മാനേജ്മെൻറ്റാണ്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എപ്പോഴും ഒരു സ്റ്റേ ഇൻവെസ്റ്റഡ് എന്ന് പറയാവുന്ന, ടാറ്റ മോട്ടോഴ്സ് മാത്രമല്ല നമുക്ക് ഫെമിലിയറായ മാരുതിയും ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ടാറ്റ മോട്ടോഴ്സ് രണ്ട് സ്റ്റേജാണ്. ഇപ്പോൾ റീസെൻ്റ് ഒരു റൈഡ് സംഭവിച്ചു, 450 ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ടാണ്. ദെൻ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ദെൻ 420. അപ്പോൾ ഒരു സേഫർ എൻട്രി എന്ന് പറയുന്നത് 450 വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം. കാരണം ഈ 450 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡൗൺ സൈഡ് സ്റ്റെബിലൈസ് ചെയ്താൽ 420 ലെവൽ വരാം. ദെൻ ആ 420 ആയിരിക്കാം ഒരു സേഫർ എൻട്രി പോയിൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. അതുപോലെ മാരുതിയും കറണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ അതേ സെക്ടർ തന്നെയാണ് അശോക് ലൈലാൻഡ്, ഒരു ലോങ് ടൈം ബെറ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു 100 അല്ലെങ്കിൽ 95-100 റേഞ്ച്, 95-90 ആണ് ഒരു സേഫർ റേഞ്ച്. ഒരു 125-130 വരെ പോകാനുള്ള സ്ട്രെങ്ത് ആ സ്റ്റോക്കിനുണ്ട്. ഇപ്പം നമ്മൾ 125-130 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ എന്ന് പറയും 25-30% റിട്ടേൺ ആണ് നൽകുന്നത്. അപ്പോൾ അശോക് ലൈലാൻഡ് സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബെറ്റ് തന്നെയാണ്. ഇത് ഈ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഇതൊക്കെ, അതിൽ ഹീറോ മോട്ടോഴ്സ് എടുത്താലും അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ദെൻ KPIT ആണ് 180 ആൻഡ് 160 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 196 ആണ് റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഹൈ. ആ ഒരു ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അടുത്ത ചെറിയൊരു മൈനർ കറക്ഷനോട് കൂടി ഈ സ്റ്റോക്കിൽ എൻട്രി അഡ്വൈസബിൾ ആയിരിക്കും. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇപ്പോൾ ഈ ബാങ്കുകളുടെ മെർജർ, ഇതൊക്കെ തന്നെ സ്റ്റേറ്റ് ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. ലോങ് റണ്ണിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ 218 വരെ മൂവ് ചെയ്തു. അഗൈൻ 200, അതുപോലെ 180 രണ്ട് സ്റ്റേജ് ആയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. മെർജ് ചെയ്യുന്ന ബാങ്കുകളുടെ സ്റ്റോക്കുകളെ കുറിച്ച് എങ്ങനെയാണ്? മെർജ് ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെ ആ സ്റ്റോക്കുകളിലെ സ്റ്റേറ്റ് ബാങ്കിൽ ഉപരി ഏറ്റവും വലിയ റൈഡ് സംഭവിച്ചിരിക്കുന്നത് ഈ മെർജ് ചെയ്യുന്ന സ്റ്റോക്കുകളിലാണ്. പക്ഷേ ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്നനുസരിച്ചായിരിക്കാം ഫർദർ മൂവ്. അപ്പോൾ ആ ന്യൂസിന് ശേഷം പെട്ടെന്നൊരു റൈഡ് ആ സ്റ്റോക്കുകളിൽ സംഭവിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആ റൈഡ് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ മെർജറിൻ്റെ റേഷ്യോ അനുസരിച്ച് വീണ്ടും റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷമായിരിക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൊക്കെ തന്നെ ഒരു റൈഡ് വരുന്നത്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന റൂൾ 6 മേജർ ബാങ്കുകൾ മതി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, അങ്ങനെയുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ കുറച്ച് ബാങ്കുകളിലേക്ക് ഫോക്കസ് പോവുക, ഈ ചെറിയ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ മെർജ് ചെയ്യുക എന്നുള്ളത് മൂവൊക്കെ തന്നെ എനിക്കൊന്ന് കുറച്ച് പോസിറ്റീവ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ചില സ്റ്റെപ്സ്, കുറേയധികം ബാങ്കുകൾ വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരാൾക്ക് തന്നെ 10-20 ബാങ്കിൽ അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൂവായിരിക്കാം ഗവൺമെൻറ് എടുക്കുന്നത്. അതൊക്കെ തന്നെ ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവാണ്. അത് ഇപ്പം നമ്മൾ കാനറ ബാങ്കിലേക്ക് മെർജ് ചെയ്യുന്ന കുറേയധികം ബാങ്കുകളുണ്ട്. സിൻഡിക്കേറ്റ് ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ കാനറ ബാങ്കിലേക്ക് മെർജ് ചെയ്യണം എന്നാണ് തീരുമാനം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇത് കാനറ ബാങ്കിനും നല്ലതാണ്, സിൻഡിക്കേറ്റ് ബാങ്കിനും നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള മൂവൊക്കെ തന്നെ ലോങ് റണ്ണിൽ ബാങ്കിങ് സെക്ടറിൽ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോകുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. സിൻഡിക്കേറ്റ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഒക്കെയാണ് കാനറ ബാങ്കിൽ മെർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് തന്നെയാണ്. ഈ IOBയെ സംബന്ധിച്ചും സിൻഡിക്കേറ്റ് ബാങ്കിനെ സംബന്ധിച്ചും കാനറ ബാങ്കിനെ സംബന്ധിച്ചും ഇത് പോസിറ്റീവ് തന്നെയാണ്. കാനറ ബാങ്കിൽ റീസെൻ്റായിട്ട് റൈഡ് സംഭവിച്ചു. ദെൻ ലാർസൻ ആൻഡ് ടൂബ്രോ ആണ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. L&T എല്ലാ സെക്ടറും ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്. L&T ഇല്ലാത്ത സെക്ടറില്ല. ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ സെക്ടറിലുമുണ്ട്. അപ്പോൾ L&T റീസെൻ്റായിട്ടും L&Tയിലും വലിയൊരു റൈഡ് സംഭവിച്ചു. വീണ്ടും ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ ഇന്ത്യ ബിൽഡ് ചെയ്യണമെങ്കിൽ L&T ഇല്ലാതെ അത് സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ L&T ഒരു വലിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 1450, 1320 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1517 വരെയാണ് റീസെൻ്റായിട്ട് L&T ഒരു ഹൈ വന്നത്. ദെൻ അതിന് ശേഷം ചെറിയ മൈനർ കറക്ഷനെ സംഭവിച്ചുള്ളൂ. വീണ്ടും 1450 വരികയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ ഒരു സെക്ടറാണ് സിമൻറ്റ് സെക്ടർ. അതിന് സിമൻറ്റ് സെക്ടറിൽ സിമൻറ്റ്, സ്റ്റീൽ ഡിമാൻഡ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ACC ആ സെക്ടറും ഒരു റൈഡ് സംഭവിച്ചു. ACC അതുപോലെ JK ലക്ഷ്മി, ഈ രണ്ടാണ് സിമൻറ്റ് സെക്ടറിൽ
രണ്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ACC 1520 അതുപോലെ തന്നെ 1450 രണ്ട് സ്റ്റേജായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. JK Lakshmi 350 റേഞ്ചിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അപ്പോൾ സിമെൻറ്റ് സെക്ടറിൽ ഈ രണ്ട് സ്റ്റോക്കും അഡ്വൈസബിൾ ആണ്. വിപണിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നിക്ഷേപിക്കാൻ അനുയോജ്യമായ നിരവധി സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യണമെന്ന ഒരു പൊതു ആവശ്യം പ്രേക്ഷകരുടെ ഭാഗത്തും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ ഇത്തരം സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യുന്നത്. നിരവധി സെക്ടറുകളെ കുറിച്ച് ഇനിയും പോകേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങി വരാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നിരവധി സെക്ടറുകളിൽ ഇപ്പോൾ നിക്ഷേപിക്കാൻ അനുയോജ്യമായ സ്റ്റോക്കുകൾ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. സിമെൻറ്റ് സെക്ടറിലെ സ്റ്റോക്കുകളെ കുറിച്ചാണ് അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചത്. അടുത്തത് റിയാലിറ്റി അടുത്തൊരു ബൂമിംഗ് സെക്ടർ. അത് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള സെക്ടറിലേക്ക് ഫോക്കസ് പോകുന്നതായിരിക്കുന്നത്. അതിൽ ഒബ്രോയ് റിയാലിറ്റി വളരെ സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. പ്രസ്റ്റീജ് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനികളാണ് ഇതൊക്കെ തന്നെ. ഒബ്രോയ് 265 ആൻഡ് 240 305 വരെയാണ് റീസെൻ്റായിട്ട് ഹൈ വന്നത്. വീണ്ടും കറക്ഷൻ സംഭവിച്ചാൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഈ മാർക്കറ്റ് റൈഡിലൊന്നും ഈ ഒബ്രോയ് റിയാലിറ്റി അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. റിയൽ ഒരു റൈഡ് മാർക്കറ്റിൽ സംഭവിച്ചാൽ ഒരു അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സ്ട്രെങ്ത് ഉള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് ഒബ്രോയ് റിയാലിറ്റി. ദെൻ BEML ആണ്. BEML ഒരു വലിയൊരു റൈഡ് സംഭവിച്ചു. അതിനുശേഷം വീണ്ടും കൺസോളിഡേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്തു. ഒരു സേഫായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് BEML. 1108 വരെ ഈ സ്റ്റോക്ക് മൂവിന് ശേഷമാണ് കറക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. 850 സേഫായിട്ടുള്ളൊരു എൻട്രി, ഒരു ഡീസൻറ്റ് കറക്ഷൻ ആ സ്റ്റോക്കിൽ നേരിട്ടു BEML. അപ്പോൾ 820 ആൻഡ് 750 രണ്ട് സ്റ്റേജായിട്ട് വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ലെവൽ വരാം. പക്ഷേ ഇപ്പോഴത്തെ ഈ കറണ്ട് ലെവൽ പോലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് BEMLനെ സംബന്ധിച്ച്. ദെൻ എസ്കോട്ട്സ് ആണ്. എസ്കോട്ട്സ് മാർക്കറ്റ് വാച്ചിനെ കണ്ടിന്യൂസ് 100 റേഞ്ചിലൊക്കെ തന്നെ റെക്കമെൻഡ് ചെയ്താണ്. ഇപ്പോൾ വീണ്ടും 200 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. ഇനിയും മൺസൂണിനെ സംബന്ധിച്ച് അതൊരു സേഫായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് എസ്കോട്ട്സ്. റൂറൽ കൺസംഷൻ കൂടുന്നു, അഗ്രികൾച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ എസ്കോട്ട്സിനെ സംബന്ധിച്ച് വളരെയധികം സ്പേസ് ഉണ്ട്. അപ്പോൾ 190 ആൻഡ് 170 രണ്ട് സ്റ്റേജായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. 210 വരെയാണ് റീസെൻ്റായിട്ട് ഈ സ്റ്റോക്ക് ഹൈ വന്നത്. അപ്പോൾ എസ്കോട്ട്സ് ഒരു സേഫായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ രണ്ട് സ്റ്റേജ് പറയുമ്പോഴും മാർക്കറ്റിൽ വലിയ ഗ്ലോബൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലൊക്കെ തന്നെ കറക്ഷൻ സംഭവിച്ചാലും ഇവിടെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കൊക്കെ തന്നെ വളരെ ശക്തമായിട്ട് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സെലക്ഷൻ. അതുകൊണ്ട് എസ്കോട്ട്സ് ഒരു സേഫായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദെൻ HDFC ആണ്. 1200 1140 രണ്ട് സ്റ്റേജ് ആയിട്ടുള്ള HDFCയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ദെൻ സൺ ഫാർമ സെക്ടറൊക്കെ തന്നെ ഒരു കറക്ഷൻ മോഡിലാണ്. അതിൻ്റേതായ പല റീസൺസ് ഉണ്ട്. ഇപ്പോൾ 74% FDA അലോ ചെയ്തു. ഇത് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത ന്യൂസ് തന്നെയാണ്. അപ്പോൾ സൺ ഫാർമ അടുത്ത കറക്ഷനോടുകൂടി 720 ലെവൽ വരികയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 720 ആൻഡ് 680 രണ്ട് സപ്പോർട്ട് സോണാണ്. ആ സ്റ്റോക്കും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് വളരെ സേഫായിട്ടുള്ള സ്റ്റോക്കാണ്. 330 ആൻഡ് 310 രണ്ട് സപ്പോർട്ട് ആണ്. ഈ രണ്ട് സ്റ്റോക്കും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നത്. ദെൻ DHFL ആണ്. ദിവാൻ ഹൗസിംഗ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 190 ആൻഡ് 170 രണ്ട് സ്റ്റേജായിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. ദെൻ ഹാവൽസ് ആണ്. എപ്പോഴും വളരെ ഫെമിലിയർ ആണ്. മാർക്കറ്റ് വാച്ച് എപ്പോഴും റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. വലിയൊരു റൈഡ് ആ സ്റ്റോക്കിലും സംഭവിച്ചു. അഗൈൻ 350 ആൻഡ് 320 രണ്ട് സ്റ്റേജായി ഹാവൽസിൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ദെൻ സ്നോമാനും കണ്ടിന്യൂസ് റെക്കമെൻഡേഷൻ. ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ നമുക്കറിയാം 4950 ലെവൽ വന്നതിന് ശേഷം ഈ സ്റ്റോക്കിൽ വലിയൊരു റൈഡ് സംഭവിച്ചു. ഇപ്പോൾ റീസെൻ്റായിട്ട് GST റിലേറ്റഡ് ന്യൂസ് കൊണ്ട് 80 ലെവൽ വരെ പോയതിന് ശേഷം ഒരു കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും അഗൈൻ 65 ആൻഡ് 55 രണ്ട് സ്റ്റേജായി വീണ്ടും ഒരു മേജർ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 55 ലെവലിലേക്ക് വീണ്ടും പോകാം. പക്ഷേ സാധ്യത കുറവാണ്. ഒരു സേഫർ എൻട്രി പോയിൻ്റാണ് 65. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ 2-3 മാസം ഈ സ്റ്റോക്കുകൾ മൂവ് ചെയ്യാതെ കിടക്കാം. അപ്പോൾ സ്നോമാനൊക്കെ അതിന് എക്സാമ്പിളാണ്. അതിന് ശേഷമാണ് വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവ് സംഭവിച്ചപ്പോൾ വളരെ നല്ല സ്റ്റോക്കുകൾ, കാരണം ഫൈനാൻഷ്യലി സൗണ്ടായിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകുന്നത് മാർക്കറ്റ് റൈഡ് സംഭവിക്കും. ഈ സ്റ്റോക്കൊക്കെ തന്നെ നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകും. ദെൻ IFB ഇൻഡസ്ട്രീസ് ആണ്. ഈ സ്റ്റോക്കും വളരെ സൗണ്ട് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്നു. 330 ആൻഡ് 300 ഈ റൈഡിലൊന്നും ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ സ്റ്റോക്കിലേക്ക് IFBയിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്ന ഒന്നായിരിക്കും. രണ്ട് സ്റ്റേജായിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. 20 സ്റ്റോക്കാണ് ഇതിനകത്ത് നമ്മൾ
വളരെയധികം റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ചോയ്സിനനുസരിച്ച് ഇതിലേക്ക് സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. പിന്നെ അവരുടെ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ സ്റ്റഡി ഉണ്ടാവും. ആ സ്റ്റഡി കൂടി നടത്തിയിട്ട് എനിക്കൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എടുക്കാം. പല സ്റ്റോക്കുകളും റീസെൻ്റായിട്ടൊരു ഹൈഡ് അടുത്താണ് ഈ സ്റ്റോക്കൊക്കെ നിൽക്കുന്നത്. കാരണം ഒരു വലിയൊരു റൈഡ് മാർക്കറ്റിൽ ഒരു 2 monthsനുള്ളിൽ തന്നെ സംഭവിച്ചു. അത് ഈ സ്റ്റോക്കിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു കറക്ഷനോട് കൂടി വീണ്ടും എന്ത് ആണെങ്കിലും മാർക്കറ്റിൽ പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനാണ് സാധ്യത. അല്ലാണ്ട് ഇവർക്കെല്ലാം ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് തന്നെയാണോ ഈ സ്റ്റോക്കുകളെല്ലാം നൽകുന്നത്? എല്ലാ സ്റ്റോക്കുകളും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും ഷോർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ സ്റ്റോക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് കറക്റ്റ് ചെയ്ത് റീബൗണ്ട് ചെയ്യുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് എടുത്ത് മാറാനുള്ള സാഹചര്യം. അതെ. അപ്പോൾ എപ്പോഴും ഈ സ്റ്റോക്ക് നമ്മൾ അനലൈസ് ചെയ്താൽ മനസ്സിലാവും, വലിയ റൈഡിന് ശേഷം വീണ്ടും കറക്ഷൻ ഈ സ്റ്റോക്കിലൊക്കെ സംഭവിക്കും. ഇപ്പോൾ L&T എടുത്താലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്താലും ഇപ്പം ടാറ്റ മോട്ടോഴ്സ് എടുത്താലും ടാറ്റ സ്റ്റീലൊക്കെ തന്നെ ഈ സ്റ്റോക്കൊക്കെ തന്നെ ഓരോ റൈഡിന് ശേഷം വീണ്ടും കൺസോൾട്ടേഷൻ, വീണ്ടും അടുത്ത ഹൈ. ഇപ്പോൾ 364 ബ്രേക്ക് 380 390 ആയിരിക്കാം അടുത്ത ടാറ്റ സ്റ്റീലിൻ്റെ മൂവ് എന്ന് പറയുന്നത്. ഹിൻഡാൽക്കോ എടുക്കുകയാണെങ്കിൽ 125 ബ്രേക്ക് ചെയ്ത് 140 മൂവ് ചെയ്യും. ഡൗൺ സൈഡ് അറസ്റ്റ് ചെയ്തും അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോൾ നിഫ്റ്റിയും അത് തന്നെയാണ്. നിഫ്റ്റി ഓരോ ഹൈ ചെറിയ രീതിയിൽ ബ്രേക്ക് ചെയ്ത് പോകും. പക്ഷേ അതിന് അനുകൂലമായി ഗ്ലോബൽ ഫാക്ടേഴ്സും ഡൊമസ്റ്റിക് ഫ്രണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ നിഫ്റ്റി ആണെങ്കിലും ഓരോ സ്റ്റോക്കിൻ്റെയും അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനാണ് സാധ്യത. അപ്പോൾ ഡൗൺ സൈഡ് അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഓരോ കറക്ഷനും ഓരോ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. അതേ പറഞ്ഞാൽ അടുത്ത റൈഡ് വരുമ്പോൾ 364 ബ്രേക്ക് 390 ടാറ്റ സ്റ്റീൽ മൂവ് ചെയ്യും. അങ്ങനെ സ്റ്റേറ്റ് ബാങ്കും അടുത്ത 240 മൂവ് ചെയ്യും. 218 ആണ് റീസെൻറ്റ് ഹൈ എന്ന് പറയുന്നത്. അതിന് ശേഷമുള്ള കൺസോൾട്ടേഷൻ, ദെൻ 240, ചിലപ്പോൾ ദെൻ 215 ആയിരിക്കും, ദെൻ 260 പോകും. അപ്പോൾ പുതിയ അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പതുക്കെ മാർക്കറ്റ് പുതിയ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ച ലഭിച്ച മെയിലുകളിലേക്ക് പോകുന്നു. ശ്രീ ജേക്കബിൻ്റെ മെയിലാണ് ഏറ്റവും ആദ്യം. UAE നിന്നാണ് അദ്ദേഹത്തിൻ്റെ മെയിൽ. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് ജിൻഡാൽ സ്റ്റീലാണ്. അദ്ദേഹത്തിൻ്റെ കൈവശം അദ്ദേഹം ഘട്ടഘട്ടമായിട്ടാണ് ഈ സ്റ്റോക്ക് വാങ്ങിയത്. പല ഘട്ടങ്ങളിലും ആവറേജ് ചെയ്തെങ്കിലും ഇപ്പോഴും ലോസിലാണ്. ഈ സ്റ്റോക്ക് ഇനിയും ആവറേജ് ചെയ്യണമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം തന്നെ ONGC, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആക്സിസ് ബാങ്ക് എന്നീ സ്റ്റോക്കുകളെ കുറിച്ചും അദ്ദേഹം ചോദിക്കുന്നു. ജിൻഡാൽ സ്റ്റീൽ ഇൻവെസ്റ്റേഴ്സിനെല്ലാം നഷ്ടം നേരിട്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. വീണ്ടും ഈ 60 അല്ലെങ്കിൽ 55 വന്നതിന് ശേഷം 90-95 വരെ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. എന്തായാലും ഒരു ചേഞ്ച് ഈ സ്റ്റോക്കിൽ സംഭവിക്കും. അപ്പോൾ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. വീണ്ടും കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് ഒന്നുകൂടെ ആവറേജ് ചെയ്യുന്ന ഒന്നായിരിക്കും. എന്നിട്ട് കുറച്ചുകൂടെ ഒരു 1 year ടൈം ഫ്രെയിമോട് കൂടി വളരെ ഡീസൻറ്റ് റിട്ടേൺ നൽകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ദെൻ ONGC ആണ്. ONGCയും വളരെ ഷാർപ്പായുള്ള കറക്ഷൻ നേരിട്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. 210 190 അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ വലിയൊരു കറക്ഷൻ വന്നിരിക്കുന്ന സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റോക്കൊക്കെ തന്നെ ഒന്നുകൂടി ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. അതിൽ ONGC 210 ആൻഡ് 190 രണ്ട് സപ്പോർട്ട് ലെവൽ, 240 ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. ONGC അടുത്ത കറക്ഷൻ വീണ്ടും ഈ സ്റ്റോക്ക് ഒന്നുകൂടെ ആവറേജ് ചെയ്യുക. ദെൻ ആർക്കോം ആണ്. ഇപ്പം ജിയോ ആയിട്ടുള്ള ടൈപ്പൊക്കെ തന്നെ ഇവരെ സംബന്ധിച്ച് കുറച്ച് പോസിറ്റീവാണ്. ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും നഷ്ടം നേരിട്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. 46 and 42 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 60 ആണ് സ്റ്റോക്കിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും ആവറേജ് ചെയ്യുന്നതായിരിക്കും. 200 and 180 രണ്ട് മേജറായിട്ടുള്ള രണ്ട് സപ്പോർട്ട് ലെവലാണ്. 250 ആണ് ഒരു മേജർ ടാർഗറ്റ്. ദെൻ അദ്ദേഹത്തിന് ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് അദ്ദേഹത്തിന് നല്ല റിട്ടേൺ നൽകിയിട്ടുണ്ടാകാം. 500 and 470 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ആക്സിസ് ബാങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ONGC ഈ 3 സ്റ്റോക്കിലും വീണ്ടും ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ആക്സിസ് ബാങ്ക് 580 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇത് സ്റ്റോക്ക് സെലക്ഷൻ 3 സ്റ്റോക്കും നല്ലതാണ്. വീണ്ടും കറക്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ആവറേജ് ചെയ്യുക. എന്തായാലും 1 to 1.5 yearsനുള്ളിൽ തന്നെ ഇൻവെസ്റ്റേഴ്സിനെല്ലാം തന്നെ മാർക്കറ്റ് നല്ല റിട്ടേൺ നൽകാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 6-7 വർഷമായി തന്നെ മാർക്കറ്റ് ഒരു ബെയർ ഫേസിൽ തന്നെയാണ്. ചെറിയ റൈഡ് മാത്രമേ മാർക്കറ്റിൽ സംഭവിച്ചുള്ളൂ. എന്നാൽ ഒരു ഫൈനൽ ബുൾ ഫേസിലേക്ക് എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി പേഷ്യൻസോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഡ്വൈസ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ investment@asianews.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക. ഹെഡ്ജ് എക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.